ശ്രീ രാജു പി നായർ നേരത്തെ BJP ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ താങ്കളായാലും ഹൈബി ഈഡൻ MP ആയാലും BJPയും സംഘപരിവാറും കുഴപ്പമുണ്ടാക്കുന്നു എന്ന് പറയുന്നു. അത് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അപ്പുറത്ത് SDPI എന്താണ് സ്പർശിക്കാത്തത്? ഈ വിഷയത്തിൽ ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാക്കിയത് SDPIയുടെ ഇടപെടലാണ്. അവർ സ്കൂളിൽ വന്ന് ഈ അധ്യാപകരോട് സംസാരിച്ചതിനെ തുടർന്നാണ് പഠനാന്തരീക്ഷമില്ല എന്ന പേരിൽ 2 ദിവസം സ്കൂൾ അടച്ച് അധ്യയനം മുടക്കേണ്ടി വന്നത്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ കുട്ടിയുടെ പാരൻസിനും മറ്റു കുട്ടികളുടെ മാതാപിതാക്കൾക്കുമൊക്കെ പ്രഷർ നേരിടേണ്ടി വരികയാണ്. നിങ്ങളുടെ തട്ടത്തിന് വേണ്ടി നിലപാടെടുക്കണം, ഇല്ലെങ്കിൽ സമുദായ വിരുദ്ധരായി പോകുമെന്ന മട്ടിൽ അവർ ഒരു തരത്തിലുള്ള ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ കൂടി നമ്മൾ കാണണം. ഒരു സംശയമില്ലെന്നേ, ഈ അന്തരീക്ഷം മുതലാക്കാൻ വേണ്ടി നടക്കുന്ന വർഗീയ ശക്തികളൊക്കെ ഇതിനകത്തുണ്ടാവും, യാതൊരു സംശയവുമില്ല. ഞാൻ RSSനെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്ത്യയിൽ മുഴുവൻ RSS ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിലാണ്. ഈ പറയുന്ന പ്രശ്നങ്ങളിൽ, പ്രത്യേകമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇത്തരത്തിലുള്ള ദുഷ്ടലാക്കോട് പെരുമാറുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചുള്ള, കോൺഗ്രസ് സംബന്ധിച്ചുള്ള, കോൺഗ്രസ് ആണ് അവിടെ പ്രവർത്തിച്ചത്, ഇല്ലേ? പ്രവർത്തിച്ചാൽ ഞാൻ അവിടെ കൊണ്ട് ചെയ്യുന്നില്ല. അവിടെ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കാൻ പോയപ്പോൾ കോൺഗ്രസിന്റെ സ്നേഹത്തിന്റെ രാഷ്ട്രീയം പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് അവിടെ പ്രശ്നമില്ലാതാവുന്നത്. ഞാൻ പറയുന്നത് ആ സമവായത്തിലേക്ക് എത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നിയമപരമായ പ്രശ്നമുണ്ട്. നിയമപരമായ പ്രശ്നം കർണാടകയിൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് കർണാടകയിൽ എടുത്ത നിലപാടെന്താ? കോൺഗ്രസ് കർണാടകയിൽ സുവ്യക്തമായ നിലപാടെടുത്തത്. അവിടെ ആ മനുഷ്യർക്കെല്ലാം അവരുടെ മതാചാര പ്രകാരമുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. BJP അതിനെതിരായിട്ട് നിലപാടെടുത്തപ്പോൾ സിദ്ധരാമയ്യ വന്ന് ആ വിവാദ ഉത്തരവ് റദ്ദാക്കിയതാണ്. അത് ഇപ്പൊ സുപ്രീം കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ സ്പ്ലിറ്റ് വേർഡിക്റ്റ് ആയിട്ട് കിടക്കുകയാണ്. തീരുമാനമായിട്ടില്ല, സ്പ്ലിറ്റ് വേർഡിക്റ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്നുള്ള അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്നലെ ആ ഹൈബീഡനും അല്ലെങ്കിൽ ഷിയാസും എല്ലാം അവിടെ. ഞാൻ പറഞ്ഞ കോൺഗ്രസ് സംഘടനയല്ല, കോൺഗ്രസ് ആശയം, ആ കോൺഗ്രസ് ആശയം പ്രവർത്തിച്ചുകൊണ്ടാണ് ആ പ്രശ്നത്തിന് രമ്യമായ പരിഹാരം ഉണ്ടായത്. അതിനെ രമ്യമായ പരിഹാരത്തിൽ എത്തിയതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി SDPIയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇസ്ലാമിക ശക്തികളോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഒറ്റപ്പെടുത്തണം. ആർക്കാ സംശയം? അവരെ ഒറ്റപ്പെടുത്തണം. പക്ഷെ ഷോൺ ജോർജ് പറയുന്ന രീതിക്ക് മാത്രമല്ല കാര്യങ്ങൾ പോകുന്നത്. അതിനപ്പുറം ഇതിനകത്ത് വിഷം കലക്കാനുള്ള ശ്രമം ഷോൺ ജോർജിന്റെ പാർട്ടി ഉൾപ്പെടെ നടക്കുന്നുണ്ട്, RSS നടത്തുന്നുണ്ട്. അതിനെ ഇല്ലാതെ കാണാൻ പറ്റുമോ? RSS കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യയിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന്റെ ബാക്കി പത്രമല്ലേ സെൻട്രി ദാസ് സ്കൂൾ. ഞാൻ പഠിച്ചത് മുഴുവൻ, എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് പഠിച്ചത് മുഴുവൻ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. ഞാൻ പള്ളുരുത്തിയിൽ ഉൾപ്പെടെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എൻ്റെ മതേതരത്വത്തെ ബോധത്തെ ഉണ്ടാക്കിയതും ഈ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതാണ് എൻ്റെ മതേതര ബോധം ഉണ്ടാക്കിയത്. ഈ ക്രിസ്തീയ സഭയുടെ കീഴിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, എനിക്ക് അഭിമാനം ഉണ്ടായിരുന്നത്. അവിടെ ഈ പുതിയ രാഷ്ട്രീയത്തിലേക്ക് മാറുന്ന വേർതിരിവ് ആ സ്കൂളുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞ അഭിപ്രായം. അത് വരുമ്പോൾ RSSന്റെ രാഷ്ട്രീയത്തിന് കീഴ്പ്പെടുന്ന, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കീഴ്പ്പെടുന്ന അവസ്ഥയിലേക്ക്. പിന്നെ ഹിന്ദുത്വം എന്ന് പറയുന്ന റൈറ്റ് വിങ് ആണ്. ആ റൈറ്റ് വിങ് മുസ്ലിം സംഘടനകളുണ്ടെന്നേ. ഇതാരെ നിഷേധിക്കുന്നത്? മുസ്ലിം സംഘടനകൾ റൈറ്റ് വിങ് ഉണ്ട്. ആ റൈറ്റ് വിങ് രാഷ്ട്രീയത്തിലേക്ക്, തീവ്ര വലത് രാഷ്ട്രീയത്തിലേക്ക് മാറരുത്. പകരം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ്നെസ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയണം. ഞാൻ ഒരൊറ്റ സംഭവം ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ അതിനകത്ത് പറയുന്നില്ല. ഇത് കേരളത്തിൽ ഇനിയും ഉണ്ടാകാൻ പോകുന്ന വിഷയമാണ്. ആ ഉണ്ടാകാൻ പോകുന്ന വിഷയത്തിൽ പൊതുസമൂഹം ഒരു കൃത്യമായ നിലപാടെടുക്കുക എന്നുള്ള, ആ നിലപാടെടുക്കാൻ എന്തുകൊണ്ടാണ് ഇന്ന് CPM ഇല്ലാതിരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് ആ ഒളിച്ചുകളി പാടില്ല. ഒളിച്ചുകളിയില്ലാതെ കൃത്യമായ നിലപാടെടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം. അവിടെ വെല്ലുവിളികളുടെ രാഷ്ട്രീയമല്ല. ഈ കെട്ടകാലത്ത് ഇത്തരത്തിലുള്ള കൊളങ്കലക്കൾ ഉണ്ടാവുമ്പോൾ അതിൽ സമവായത്തോടു കൂടി, സമചിത്തതയോടു കൂടി, സ്നേഹത്തോടു കൂടി, ഡയലോഗിന്റെ രാഷ്ട്രീയത്തിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയണം. അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നവരാണ് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ. ആ ഷോൺ ജോർജിനെ പോലെ മറ്റ് തീവ്ര വലത് പക്ഷത്ത് നിൽക്കുന്ന ഇസ്ലാമിക സംഘടനകളെയും ഒറ്റപ്പെടുത്തുക, അതിന് ഭരണഘടന മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ കോൺഗ്രസിന്റെ നിലപാടുള്ളൂ. ശരി.